നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് യുണൈറ്റഡ് നേഷൻസ് എന്ന പാഠഭാഗമാണ്. സിലബസിൽ നമുക്ക് സെക്കൻഡ് യൂണിറ്റിലുള്ളത്, അഞ്ചാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലുള്ളത് ഹ്യൂമൻ റൈറ്റ്സ്, കോർഡിനേഷൻ വിത്ത് ഇൻ ദ UN സിസ്റ്റം, റോൾ ഓഫ് UN secretariat, the economic and social council ECOSOC, the commission human rights, the security council and human rights, the Committee on the Elimination of Racial Discrimination, the Committee on the Elimination of Discrimination Against Women, the Committee on Economic, Social and Cultural Rights, the Human Rights Committee, and a critical appraisal of UN human rights regime. ഇവയാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ആദ്യം തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ആവിർഭാവം എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാകാനുള്ള സാഹചര്യം, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കിൽ കാണാം. 1865 ആദ്യത്തെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയാൻ സാധിക്കുന്നത് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. നമുക്കറിയാം, ലോക രാജ്യങ്ങൾ തമ്മിൽ ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻസ് ആവശ്യമായി വരികയാണെങ്കിൽ അങ്ങനെ ആ സാഹചര്യത്തിൽ കുറച്ച് രാജ്യങ്ങൾ ചേർന്ന്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്ന് നിലവിൽ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് 1865 ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. അതിനുശേഷം 1874 ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ, നമുക്കറിയാം കമ്പിയില്ല കമ്പി എന്ന് പറയുന്ന, ഇപ്പോൾ അതായത് ഒരു ടെക്നോളജി ഇപ്പോൾ നിലവിലില്ല, ഉപയോഗിക്കുന്നില്ല. ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ, പിന്നെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ, തപാലുകളുമായി ബന്ധപ്പെട്ടുള്ള അസോസിയേഷൻ. അതുപോലെ തന്നെ സമാധാനവുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകൾ 1899 ഹേഗിൽ വെച്ച് നടന്ന ഒന്നാമത്തെ ഫസ്റ്റ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസ്, അതിൽ തന്നെ കൺവെൻഷൻ ഫോർ ദ പസഫിക് സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്, പെർമനന്റ് കോർട്ട് ആർബിട്രേഷൻ 1902 പെർമനന്റ് കോർട്ട് ആർബിട്രേഷൻ, ഇവയൊക്കെ നമുക്ക് ആദ്യത്തെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചില ഉടമ്പടികളായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പിന്നീട് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് കൊണ്ടുവന്ന ഒരു സംഘടന, 1919 സ്ഥാപിതമായ ലീഗ് ഓഫ് നേഷൻസ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് ടു അച്ചീവ് പീസ് ആൻഡ് സെക്യൂരിറ്റി. 1919 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായി, ലീഗ് ഓഫ് നേഷൻസുമായി ബന്ധപ്പെട്ട്. The League of Nations ceased its activities after failing to prevent Second World War. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നത് തടയാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം 1946 ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന സംഘടന യുണൈറ്റഡ് നേഷൻസ് ആയിട്ട് പരിണമിക്കുകയോ അല്ലെങ്കിൽ അതിൽ ലയിക്കുകയോ ചെയ്തു നമുക്ക് പറയാം. യുണൈറ്റഡ് നേഷൻസ് എന്ന പദം, ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹം ഡിക്ലറേഷൻ ബൈ യുണൈറ്റഡ് നേഷൻസ് 1942 ജാനുവരി 1 തീയതി യുണൈറ്റഡ് നേഷൻസിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ, അതിലാണ് ഈ ഒരു വാക്ക് പ്രതിപാദിക്കുന്നത്. അന്ന് 26 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ഈ ഉടമ്പടി പ്രകാരം തമ്മിൽ പരസ്പരം പോരാടുന്നത് ഒഴിവാക്കാനും, അതുപോലെ തന്നെ അച്ചുതണ്ട് ശക്തികളുടെ ചില ലോകരാഷ്ട്രങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഘടനയാണിത്. യുണൈറ്റഡ് നേഷൻസ് ചാർട്ടറിൽ പറയുന്നു, പ്രസിഡന്റ് ട്രൂമാൻ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രൂമാന്റെ വാക്കുകളാണ്, "The Charter of the United Nations, which you have just signed, is a solid structure upon which we can build a better world. History will honor you for it. Between the victory in Europe and the final victory in this most destructive of all wars, you have won a victory against war itself. With this charter, the world can begin to look forward to the time when all worthy human beings may be permitted to live decently as free people." അതായത് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾ പരസ്പര സാഹോദര്യത്തോടെ സമാധാനത്തോടെ കഴിയുന്ന ഒരു സന്ദർഭത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഘടന. യുണൈറ്റഡ് നേഷൻസ് എന്തിനാണ് സ്ഥാപിതമായത്?
അതിൻ്റെ മെയിൻ മോട്ടോ വിഷൻസ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ലോക സമാധാനവും അതുപോലെ തന്നെ സംരക്ഷണവും നടത്തുക. ടു ഡെവലപ്പ് ഫ്രണ്ട്ലി റിലേഷൻസ് among nations based on respect for the principle of equal rights and self-determination of peoples. ജനങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാനും അതോടൊപ്പം തന്നെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹവും സൗഹൃദവും ഉണ്ടാക്കുവാനും വേണ്ടി. To help nations work together, improve the lives of poor people, to conquer hunger, disease and literacy, and to encourage respect for human rights and the fundamental freedom. അതായത് പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, പട്ടിണിയിൽ നിന്ന് സംരക്ഷിക്കുക, രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നിരക്ഷരതയിൽ നിന്നും മാറ്റുക, ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾക്ക് ഉള്ള ബഹുമാനം നൽകുക, അതുപോലെ തന്നെ അടിസ്ഥാനപരമായി സ്വാതന്ത്ര്യം കൊടുക്കുക. ഇതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ചില പ്രാഥമിക ലക്ഷ്യങ്ങളിൽ പെടുന്നത്. മറ്റേത് ടു ബി എ സെന്റർ ഫോർ ഹാർമണൈസിംഗ് ദ ആക്ഷൻസ് ഓഫ് നേഷൻസ് ഇൻ അറ്റൈനിങ് ദീസ് കോമൺ എൻഡ്സ്. ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള ഒരു പ്രധാന വക്താവായിട്ട്, ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു സെന്റർ പോയിന്റ് ആയിട്ട് വർത്തിക്കുക. ഇവയാണ് യുണൈറ്റഡ് നേഷൻസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോവറിൻ ഇക്വാലിറ്റി ഓഫ് ഓൾ മെമ്പേഴ്സ്. എല്ലാ രാജ്യങ്ങളുടെയും പരസ്പരമായിട്ടുള്ള ഇക്വാലിറ്റി, തുല്യത. ഓൾ മെമ്പേഴ്സ് ആർ ടു ഫുൾഫിൽ ഇൻ ഗുഡ് ഫെയ്ത്ത് ഇൻ ദെയർ ചാർട്ടർ ഒബ്ലിഗേഷൻസ്. പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം രാജ്യങ്ങൾ തമ്മിൽ. They are to settle their international disputes by peaceful means without endangering international peace, security and justice. ലോക സമാധാനമോ മറ്റ് ബുദ്ധിമുട്ടുകളോ നീതിയോ നിഷേധിക്കപ്പെടാതെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടണം. ഇതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Members are to refrain from threat or use of force against by other state. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല, കയറി ആക്രമിക്കാൻ പാടില്ല. They are to give UN every assistance in any action it takes in accordance with the Charter. Nothing in the Charter is to authorize UN to intervene in matters which are essentially within the domestic jurisdiction of any state. ഇനി യുണൈറ്റഡ് നേഷൻസും ഹ്യൂമൻ റൈറ്റ്സും മനുഷ്യാവകാശവും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The United Nations Charter sets forth inherent dignity. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മനുഷ്യൻ ജന്മാവകാശമായി കിട്ടുന്ന അഭിമാനം, ഇൻഹറന്റ് ഡിഗ്നിറ്റി, ആൻഡ് ഈക്വൽ ആൻഡ് ഇൻഏലിയനബിൾ റൈറ്റ്സ് ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ഫാമിലി. മനുഷ്യവംശത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും തുല്യവും മാറ്റിയെടുക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾക്കും അവൻ അവകാശപ്പെട്ടതാണ്. Upholding these human rights principles as the foundation of freedom, justice and peace in the world is the fundamental to every undertaking of the United Nations. Human rights coordination within UN system, that is the UN General Assembly. എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസിനകത്തുള്ള ഹ്യൂമൻ റൈറ്റ്സിന്റെ മനുഷ്യാവകാശങ്ങളുടെ കോർഡിനേഷൻ നടക്കുന്നത്? United Nations currently comprises more than 185 member states, all of which belong to General Assembly. അപ്പോൾ അംഗരാജ്യങ്ങൾ നമ്മൾ പറയും. 185 പരം അംഗരാജ്യങ്ങൾ ഇന്ന് യുണൈറ്റഡ് നേഷൻസിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അംഗങ്ങളായിട്ടുണ്ട്. The General Assembly control UN finances, making on binding recommendations and oversees and elect member of other UN organs. യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റ് പോഷക സംഘടനകളിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുക, അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സാമ്പത്തികപരമായിട്ടും മറ്റ് നിയമപരമായിട്ടുമുള്ള കാര്യങ്ങൾ നോക്കി നടത്തുക. ഇവയാണ് ജനറൽ അസംബ്ലിയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. It is the General Assembly that ultimately votes to adopt Human Rights Declaration and Convention, which are also called treaties or covenants. പരസ്പര രാജ്യാന്തര ഉടമ്പടികൾ, പ്രത്യേകിച്ച് മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉടമ്പടികൾ നിർമ്മിക്കുക, ഇവ നടപ്പിലാക്കുക, ഇവയും ജനറൽ അസംബ്ലിയുടെ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്.
ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 1948 ഡിസംബർ 10 നിലവിൽ വന്ന UDHR, യുണൈറ്റഡ് ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന കാര്യം ഈ അംഗരാജ്യങ്ങൾ ജനറൽ അസംബ്ലിയിലെ വോട്ടെടുപ്പിലൂടെയാണ് ഇത് പാസ്സാക്കിയത്. ഇനി യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റ് ബോഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ അഡീഷൻ ടു ജനറൽ അസംബ്ലി, in which all member states are represented, there are main 5 other bodies of the United Nations that deals with different types of international concerns and administrative tasks. They are International Court of World Justice, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്യൂരിറ്റി കൗൺസിൽ, രക്ഷാ കൗൺസിൽ എന്ന് പറയും, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, the UN secretariat, and Economic and Social Council, ECOSOC. ഈ എക്കോസോക്കിന്റെ കീഴിലാണ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് UNICEF, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് ഫണ്ട് ഫോർ വിമൻ UNIFEM, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ UNESCO, എല്ലാവർക്കും അറിയാവുന്നതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO തുടങ്ങിയ മറ്റ് പ്രധാനപ്പെട്ട ബോഡികളും എക്കോസോക്ക് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ബോഡിയുടെ കീഴിൽ വരുന്നു. ഇനി എക്കോസോക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ എല്ലാ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളതാണെങ്കിലും അത് എക്കോസോക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ബോഡിയുടെ കീഴിൽ വരുന്നതാണ്. 54 അംഗരാജ്യങ്ങളുള്ള ഈ ബോഡി ഇലക്ട് ചെയ്യപ്പെടുന്നത് ജനറൽ അസംബ്ലിയിൽ നിന്നാണ്. And they are responsible for coordinating all economic and social work of the United Nations and its affiliated institutions. The Economic and Social Council oversees the work of many intergovernmental organizations. It is called also known as IGO, and certain UN commissions such as United Nations Commission on Human Rights. We are going to discuss it. Intergovernmental organizations, that is IGO, are specialized agencies that function independently with their own charter, budget, and staff, but are affiliated with UN by special agreement. IGO report to ECOSOC and may be asked to review report from certain UN bodies that are relevant to the area of focus. And what is UN Commission on Human Rights? It is made up of 53 member states, which was elected by ECOSOC. The UN Commission on Human Rights initiates studies and fact-finding missions and discusses specific human rights issues. അപ്പോൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട മനുഷ്യാവകാശ ധ്വംസനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ് UN Commission on Human Rights. It has responsibility for initiating and drafting human rights declaration and conventions. യുഎന്റെ ഹ്യൂമൻ റൈറ്റ്സിന്റെ മനുഷ്യാവകാശത്തിന്റെ കൺവെൻഷനുകൾ അതുപോലെ ഡിക്ലറേഷനുകൾ ഇവ ഡ്രാഫ്റ്റ് ചെയ്യാനും ഇനിഷ്യേറ്റ് ചെയ്യാനും കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം യുണൈറ്റഡ് നേഷൻസിന്റെ UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇനി മറ്റു ചില IGOകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, that develops international labor standards and provides technical assistance training to the government. United Nations Children's Fund, UNICEF, works with other UN bodies, governments, and non-governmental organizations to provide community-based services in primary healthcare, basic education, and safe water and sanitation for children in developing countries, such as India. Human rights are fundamental to its programming. United Nations Development Fund for Women, UNIFEM. It promotes economic and political empowerment of women in developing countries, working to ensure their participation in development planning and practices, as well as their human rights.
United Nations Educational, Scientific and Cultural Organization, UNESCO. It pursues intellectual cooperation in education, science, culture, and communications and promotes development through social, cultural, and economic projects. World Health Organization (WHO). It conducts immunization campaigns, promotes and coordinates research, and provides technical assistance to countries that are improving their health system. And we know in this COVID pandemic days, we every day hearing the word WHO, which coordinate and control and give different kinds of recommendations regarding COVID vaccination and other research related to medical agents. And other United Nations body. The first prime important UN body is UN Security Council. It comprising 15 member states. 15 അംഗരാജ്യങ്ങളുണ്ട് ഇതിൽ. It is responsible for making decisions regarding international peace and security. ലോക സമാധാനത്തിനും സംരക്ഷണങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള 15 അംഗരാജ്യങ്ങളാണ്. ഇതിൽ 5 സ്ഥിരാംഗങ്ങളും ബാക്കി 10 വോട്ടെടുപ്പിലൂടെ 5 വർഷം കഴിയുമ്പോൾ മാറി വരുന്നതുമാണ്. It can make recommendation and decision for action, including providing humanitarian aid, imposing economic sanctions, and recommending peacekeeping operations. സമാധാന ശ്രമങ്ങൾ, രക്ഷാദൗത്യങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടുക, സാമ്പത്തികമായി സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു കൗൺസിലാണ് UN Security Council. The Security Council has been responsible for establishing international tribunals to prosecute serious violations of humanitarian law. പ്രത്യേകിച്ച് മനുഷ്യന്റെ അവകാശങ്ങൾ ദംസനങ്ങൾ നടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളാണെങ്കിലും ഇവയ്ക്കെതിരെ പ്രതികരിക്കാനും അതേപോലെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യാനുമുള്ള അവകാശവും സെക്യൂരിറ്റി കൗൺസിലിനുണ്ട്. ഫോർ എക്സാമ്പിൾ, special tribunal have been set up to prosecute war crimes in the former Yugoslavia and acts of genocide in Rwanda. അതായത് യുഗോസ്ലോവിയ യുദ്ധത്തിൽ ഉള്ള യുദ്ധകുറ്റങ്ങളിന്മേൽ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ നിയമിക്കുകയും അതേപോലെ തന്നെ ജീനോസൈഡ് പറഞ്ഞാൽ വംശഹത്യയാണ്. റുവാണ്ടയിൽ നടന്ന വംശഹത്യയിൽ തെളിവെടുപ്പ് നടത്തുകയും അതേപോലെ തന്നെ അതിനുള്ള ശിക്ഷാനടപടി കൈക്കൊള്ളുകയും ചെയ്ത ഒന്ന് ഈ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലാണ്. The secretariat is the administrative arm of United Nations, which is responsible for overseeing the programs and policies established by other UN organs. Committee on the Elimination of Racial Discrimination, CERD. Racial discrimination എന്ന് പറഞ്ഞാൽ വർണ്ണ വെറി, അല്ലെങ്കിൽ നമുക്ക് അറിയാം തൊലി നിറത്തിന്റെ അടിസ്ഥാനത്തിൽ വെളുത്ത വർഗക്കാരനെന്ന്, കറുത്ത വർഗക്കാരനെന്ന്, നീഗ്രോകളെന്ന് എന്നിങ്ങനെ മനുഷ്യനെ വേർതിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മാംസത്തിലൂടെ സിരകളിലൂടെ ഓടുന്ന രക്തത്തിന് നിറം ചുവപ്പാണെങ്കിലും തൊലിയുടെ നിറത്തിൽ അവനെ വേർതിരിച്ച് നികൃഷ്ടജീവികളെ പോലെ കാണുന്ന വിഭാഗം ജനങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ് Committee on the Elimination of Racial Discrimination, CERD. It is the independent body of experts that monitor implementation of Convention on the Elimination of all forms of racial discrimination by state parties, that is the member countries. All state parties are obliged to submit regular reports to the committee on how rights are being implemented. States must report initially 1 year after acceding to the convention and then every 2 years. The committee examines each report and addresses the concerns and recommendations to the state party in the form of concluding observations. ഏതെങ്കിലും രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വർണ്ണ വിവേചനങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും അതിന്മേൽ നടപടിയെടുക്കുകയും ചെയ്യാൻ ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ.
ഇത് കൂടാതെ in addition to the reporting procedure, the convention establishes three other mechanisms through which committee performs its monitoring functions. അപ്പോൾ റിപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകളിലൂടെ അത് അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുന്നു. എങ്ങനെയാണ്? 1. The early warning procedure. ആദ്യമേ ഒരു വാർണിംഗ് കൊടുക്കുന്നു ആ രാജ്യങ്ങൾക്ക്. The examination of interstate complaints. പരാതികൾ പരിശോധിക്കുന്നു. The examination of individual complaint. വ്യക്തികൾ കൊടുക്കുന്ന പരാതികളും പരിശോധിക്കുന്നു. അപ്പോൾ രാജ്യങ്ങൾക്ക് പരാതി കൊടുക്കാം, വ്യക്തികൾക്കും പരാതി കൊടുക്കാം. The committee meets in Geneva. ജനീവയിലാണ് ഈ കമ്മിറ്റി കൂടുന്നത്. And normally hold 3 sessions per year consisting of 3 to 4 3 weeks per year. The committee also publishes its interpretation of the content of human rights provisions known as the General Recommendations or General Comments on thematic issues and organizes thematic discussions. Another one, the Committee on the Elimination of Discrimination Against Women. It's called CEDAW, CEDAW short form. It is the body of independent experts that monitors implementation of Convention on the elimination of all forms of discrimination against women. അപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതിന് എതിരെ റിപ്പോർട്ടുകൾ കൊടുക്കാനും നടപടിയെടുക്കാനും ഉള്ള ഉത്തരവാദപ്പെട്ട ഒരു കമ്മിറ്റിയാണ് എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. CEDAW committee consists of 23 experts on women rights from around the world. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 23 പ്രഗത്ഭരായ വ്യക്തികൾ, എക്സ്പേർട്ടുകൾ ഇതിൽ അംഗങ്ങളാണ്. The countries who have become party to the treaty, that's called state parties, are obliged to submit regular report to the committee on how the rights of the convention are implemented. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷനിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമങ്ങൾ എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു, അതേപോലെ തന്നെ അവരുടെ വിവേചനങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നടപടിയെടുത്തു, ഇവ ഓരോ വർഷവും റിപ്പോർട്ടായിട്ട് ഈ സമിതിക്ക് സബ്മിറ്റ് ചെയ്യണം അംഗരാജ്യങ്ങൾ. During its sessions, the committee consider each state party report and addresses its concerns and recommendations to the state party in the form of concluding observation. In accordance with optional protocol to the convention, the committee mandated to 1. Receive communication from individual or groups of individual submitting claims of violations of rights protected under convention. The committee കമ്മിറ്റിയിൽ കൺവെൻഷനിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റൂള് അല്ലെങ്കിൽ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരാതി വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ ഈ സമിതിക്ക് കൊടുക്കാവുന്നതാണ്. Second, the initiate enquiry into situations of grave or systematic violations of women's right. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ അന്വേഷിക്കുകയും നടപടിയെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യും. These procedures are optional and are only available where the state concerned has accepted them. അപ്പോൾ ആ ബന്ധപ്പെട്ട രാജ്യം ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഇവർക്ക് ഇങ്ങനെയുള്ള അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. The committee also formulates general recommendations and suggestions. General recommendations are directed to states and concern articles or themes in the conventions. And CESCR, Committee on Economic, Social and Cultural Rights. It is the body of independent experts that monitors implementation of the International Covenant on Economic, Social and Cultural Rights by its state parties. The committee was established under ECOSOC resolution in 1985, that is 17th May to 28th May of 1985. 1985 മെയ് മാസം 17 മുതൽ 28 വരെ നടന്ന UN സോഷ്യൽ കൗൺസിലിന്റെ 4ാമത്തെ പാർട്ടി കവനന്റിലാണ് കമ്മിറ്റി ഓൺ എക്കോണമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് CESR പ്രാബല്യത്തിൽ വരുന്നത്. All state parties are obliged to submit regular report to the committee on how rights are being implemented. അപ്പോൾ
എക്കോസോക്ക് പറഞ്ഞിരിക്കുന്ന റൈറ്റ് മനുഷ്യാവകാശങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നുവെന്ന് ഓരോ അംഗരാജ്യങ്ങളും ഈ സമിതിക്ക് എല്ലാ വർഷവും റിപ്പോർട്ട് നൽകണം. State must report initially within 2 years of accepting the covenant and thereafter every 5 years. അപ്പോൾ ഈ കവനന്റ് അംഗീകരിക്കുന്ന അംഗരാഷ്ട്രങ്ങൾ ആദ്യത്തെ 2 വർഷവും അതിനുശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും റിപ്പോർട്ടുകൾ നൽകേണ്ടതാണ്. The committee examines each report and addresses its concerns and recommendation to the state party in the form of concluding observation. In addition to the reporting procedure, the optional protocol to the International Covenant on Economic, Social and Cultural Rights, which entered into force on 5th May 2013, provides committee competence to receive and consider recommendations from individuals claiming that their rights under the covenant have been violated. The committee may also, under certain circumstances, undertake inquiries on grave or systematic violations of any of the economic, social, and cultural rights set forth in the covenant and consider interstate complaints. അപ്പോൾ രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള എക്കോണമിക് ആയിട്ടോ സോഷ്യലായിട്ടോ അല്ലെങ്കിൽ കൾച്ചറലായിട്ടോ സാമ്പത്തികമായിട്ടോ സാമൂഹികപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ വിവേചനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ റിപ്പോർട്ട് നൽകാനും ആക്ഷൻ എടുക്കാനും ഉള്ള ഒരു ശുപാർശ ഈ സമിതിയാണ് നൽകുന്നത്. This committee meets in Geneva and normally holds 2 sessions per year, consisting of a 3-week plenary and 1-week pre-sessional working group. The committee also publishes its interpretation of the provisions of covenant known as general comments. And Committee on Civil and Political Rights. The Human Rights Committee is the body of independent experts that monitors implementation of the International Covenant on Civil and Political Rights by state parties. All state parties are obliged to submit regular reports to the committee on how the rights are being implemented. States must report initially 1 year after acceding to the covenant and then whenever the committee requests. Usually, it happens in every 4 years. The committee examines each report and addresses its concerns and recommendations to the state party in the form of concluding observations. In addition to the reporting procedure, Article 41 of the Covenant provides for the committee to consider interstate complaints. രാജ്യാന്തരം മറ്റ് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 41 ഉപയോഗിക്കും. Furthermore, the first optional protocol to the covenant gives committee competence to examine individual complaints with regard to alleged violations of the covenant by state parties to the protocol. The full competence of the committee extends to the second optional protocol to the covenant on the abolition of the death penalty with regard to states who have accepted the protocol. The committee meets in Geneva and normally holds 3 sessions per year. The committee also publishes its interpretation of the content of human rights provisions known as general comments on thematic issues or its methods of work. These are the United Nations actions on human rights. In short, we discussed about the human rights and United Nations. Human rights, we discussed human rights coordination within the UN system, how it works, what is the role of UN secretariat, what is the role of Economic and Social Council, ECOSOC, what is the importance of commissions on human rights, social security and human rights, the Security Council and human rights, Committee on the Elimination of Racial Discrimination,
Committee on the Elimination of Discrimination Against Women, the Committee on Economic, Social and Cultural Rights, Human Rights Committee, and Critical Appraisal of the Human Rights Regime. Thank you.